ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കുക്കുംബർ ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്തെടുക്കുക കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വലിയ പൈസ കൊടുത്തിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യുക. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ മുഖത്ത് വലിയൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു പെർമനൻറ്റ് ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണിത്. അത് ഇതുപോലുള്ള ഒരു കുക്കുംബർ എടുത്തതിന് ശേഷം തൊലി നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെയുള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നീര് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു നീര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യലിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. കുക്കുംബർ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലെൻസാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസിലേക്ക് 1 ടീസ്പൂണോളം പാലൊഴിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖം നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് മുഖത്ത് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഖം നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കളയുക കേട്ടോ. ആ ഒരു തുടച്ച് കളയുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന എല്ലാവിധ അഴുക്കുകളെല്ലാം കംപ്ലീറ്റ് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ഈ ഒരു ക്ലെൻസിങ് ചെയ്യുന്നത്. പിന്നെ കുക്കുംബർ ജ്യൂസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കുംബർ നന്നായി കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. തൊലി കളഞ്ഞെടുക്കുന്നതാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. തൊലി കളഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതൊന്ന് തുടച്ച് കളയുക ക്ലെൻസ് ചെയ്തതിന് ശേഷം. ഇനി ആ സെയിം സാധനത്തിലേക്ക് തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബാണ് നമ്മൾ ചെയ്യുന്നത്. അതും 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്നതല്ലേ ഈ 2 മിനിറ്റ് 1 മിനിറ്റ് എന്നല്ല പറയുന്നത്, അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അല്ലാണ്ട് തോന്നിയതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. എല്ലാ സ്റ്റെപ്പും 2 മിനിറ്റ് മസാജ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 2 മിനിറ്റ് സ്ക്രബും കൂടി ചെയ്തതിന് ശേഷം അതും ഒന്ന് തുടച്ചാളി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് മുഖം ഒന്ന് ആവി പിടിപ്പിച്ചതിന് ശേഷം ഈ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മസാജിങ് ജെല്ല് തയ്യാറാക്കിയെടുക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസിലേക്ക് 1 ടീസ്പൂണോളം അലോവേര ജെല്ലും പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ മസാജിങ് ജെല്ല് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഉള്ളവർ മഞ്ഞൾ സ്കിപ്പ് ചെയ്യുക. അതിന് പകരം മസാജിങ് ജെല്ലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം അതും 2 മിനിറ്റ് മുഖത്തേക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മുഖത്ത് സർക്കുലാർ മോഷനിൽ താടിയുടെ ഭാഗത്തു നിന്ന് മേലയിലേക്ക് പിന്നെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇതും കൂടി നമ്മൾ തുടച്ച് കളയാണ് ചെയ്യേണ്ടത്. ഒന്നും നമ്മൾ കഴുകിക്കളയുന്നില്ല കേട്ടോ. കോട്ടൻ്റെ തുണി ഒന്ന് നനച്ചതിന് ശേഷം നമ്മളെല്ലാം ഒന്ന് തുടച്ച് കളയാണ് ചെയ്യേണ്ടത്. സ്ക്രബ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തെടുക്കുന്ന മാത്രമാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും കൂടി ഞാൻ തുടച്ച് കളിയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കുക്കുംബർ ജ്യൂസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം മുൾത്താനി മിട്ടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈര്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുൾത്താനി മിട്ടി എല്ലാ ആയുർവേദിക് ഷോപ്പിലും അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് സാധനമാണ് സ്കിൻ വൈറ്റനിങ്ങിന് എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളത് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് മാത്രം, അതായത് ഈ ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്പൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഫേസ് പാക്ക് മാത്രം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. മുഖത്തെ കറുത്ത പാട് കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഈ ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്പിൻ്റെ കൂടെ ആഡ് ചെയ്തത് തന്നെ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടി നമ്മുടെ മുഖത്തേക്ക് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് 25 മിനിറ്റെങ്കിലും ഫേസിലേക്ക് വെക്കണം. ഇത് കഴുകുമ്പം തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. മുൾത്താണി മിട്ടി അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ മസാജിങ് 2 മിനിറ്റ് എല്ലാ സ്റ്റെപ്പിലും 2 മിനിറ്റ് മസാജിങ് നിർബന്ധമാണ്. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. നിർബന്ധമായിട്ട് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. നിങ്ങളിപ്പോൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എത്ര നേരം അവർ നമ്മുടെ മുഖം മസാജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ മുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. എൻ്റെ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ നിങ്ങൾ എൻ്റെ കഴിവ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് അവസാനം എത്തിയാലോ ഇതിൻ്റെ കഴിവിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും.
അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മാത്രം അഭിപ്രായം അറിയിക്കുക കേട്ടോ. അതിൽ മുന്നേ നിങ്ങളൊന്നും പറയരുത്. അപ്പോൾ ഇത് ഈ ഫേഷ്യലായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകളൊന്നും ഇല്ലാണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത ഫേസ് പാക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസാണിത്. ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, വെറും ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്